ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രാൻസ് കസ്റ്റംസ്. ദെൻ ഗായ്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നിസാൻ്റെ S13 ആയിട്ടാണ്. ദെൻ ഇതൊരു നോർമൽ സ്പെക്കല്ല, ഒരുപാട് ഇതിനെപ്പറ്റി പറയാനുണ്ട്. മറ്റുള്ള വണ്ടികളുടെ റിവ്യൂ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നോർമൽ ഡ്രൈവിനായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളതല്ല. ഇതൊരു യൂഷ്വൽ ഡ്രാഗ് റേസിംഗ് സ്പെക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ വണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും നിങ്ങൾക്ക് ഇതിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ദെൻ നമുക്ക് ആ റിവ്യൂവിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ഓവർ ഞാൻ ഇൻട്രഡക്ഷൻ തന്നിട്ട് ഞാൻ നിങ്ങളെ എന്താ പറയുക ഇതാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഘടകങ്ങളും ഫസ്റ്റ് ടൈം ഓരോ മുക്കും മൂലയും നമുക്ക് പരിശോധിക്കാം. ദെൻ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ നിന്ന് ആ ഇൻ്റർകൂളറിൻ്റെ ഫിൽറ്റർ അവിടെ എന്താ പറയുക ഫിസിക്കലി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് ബമ്പർ വെച്ചിട്ട് എന്താ പറയുക കവർ ചെയ്തിട്ടൊന്നുമില്ല. ദെൻ അത് നമുക്ക് ഫിസിക്കലി ഓപ്പൺ ആണ്. പിന്നെ വണ്ടീൻ്റെ 2 ഹെഡ്ലൈറ്റും അവിടെ പക്ക ഒരു സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ അവിടെ നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അത് എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ ഓണറെ കലാവിരുദ്ധങ്ങളാണ്. ദെൻ ഗൈസ്, ഇതിൻ്റെ എന്താ പറയുക 2 ഫ്ലാഷർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ, മറ്റേത് വർക്ക് ചെയ്യുന്നില്ല. മറ്റേത് വർക്ക് ചെയ്യാത്തതാണോ കുത്തി പൊട്ടിച്ചാണോ എന്നറിയില്ല. ദെൻ എന്താ പറയുക, ഐ റെഫർലി ട്യൂൺഡ് വണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ എയർ ഫിൽറ്ററാണ് നിങ്ങൾ ആ കാണുന്നത്. എന്താ പറയുക, ഇൻ്റർകൂളർ ആ സംഭവം റേഡിയേറ്ററിൻ്റെ അതാണ് സംഭവം, അതാണ് അടിയിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ പക്ക ഒരു എന്താ പറയുക ഹൈ റെസൊല്യൂഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇതിലൊക്കെ ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇത് എയർപോർട്ടാണ് ഗൈസ്, വണ്ടി പോർട്ട് വഴി ഇറക്കിയതാണ്. അതായത് എന്താ പറയുക, നമ്മൾ പ്ലെയിനിലാണ് സാധനം വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക റേറ്റ് കൂടിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ കണ്ടൻ്റായിട്ട് ഒരുപാട് ഇനി വരാനുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? ഫ്ലാഷർ. അപ്പോൾ ഫ്ലാഷറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുക്കും മൂലം നിങ്ങൾക്ക് കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാർബൺ ഡിപ്പിങ് ഒറിജിനലാണ് ഇതിൽ വന്നിട്ടുള്ളത്, റാപ്പല്ല. പിന്നെ ഇതിൻ്റെ എൻജിൻ സൈഡ് ഫുള്ള് ഫിസിക്കലി ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഓവറായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എൻജിനിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടൊന്നുമില്ല. പക്ക ഒരു എൻജിൻ പരമായിട്ട് സ്പെക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻജിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വയറിംഗ് കിറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പിന്നൊരു റോൾ ഗേജിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ. അത് അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിലുള്ള അവിടുത്തെ ഒരു ഒരു യെല്ലോ ഷെയ്ഡും പിന്നെ അതുപോലെ എൻജിൻ്റെ ആ ഒരു ക്യാപ്പുമിലുള്ള ആ ഒരു മെറൂൺ കളറും അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഭാഗത്തും ചില ലിമിറ്റഡ് പാർട്സിലൊക്കെ ഈ ഒരു ഡാർക്ക് മെറൂൺ കളറാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് പേഴ്സണലി അടിപൊളി ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഓരോ കോയിൽസും പൈപ്പ്സും കാര്യങ്ങളൊക്കെ വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം അട്രാക്റ്റബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ എൻജിൻ സൈഡിൽ വേറെ കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഹൈ ട്യൂൺഡ്, അതായത് സ്റ്റേജ് 3 ട്യൂൺഡ് ആണ്. പിന്നെ ഇതിൽ കാണാം റേസ് ടെക്കിൻ്റെ സ്റ്റിക്കറും പിന്നെ തക്കാട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ സ്റ്റിക്കറും പിന്നെ നമ്മുടെ ഓൺ കോൺസെപ്റ്റിലുള്ള PHൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗാരറ്റിൻ്റെ ഒരു സ്റ്റിക്കറിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താ പറയുക, ഈ പറഞ്ഞ കമ്പനിക്കാരൊക്കെ ഈ വണ്ടിയിൽ കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻജിൻ സൈഡിൽ നമ്മളെ വൈപ്പറിൻ്റെ മോട്ടറിൻ്റെ ആ ഭാഗത്തൊക്കെ ആ വയറിംഗ് ഒക്കെ പക്ക ഒരു ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിച്ചു വാരിയിട്ടിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എൻജിൻ സൈഡിലോട്ടേക്ക് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേറെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ല. ദെൻ ബാറ്ററി എയർ ഫിൽറ്റർ നമ്മൾ ഈ ഭാഗത്തേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം കാലിയായതുകൊണ്ട്, കാരണം ബാറ്ററി ഈ സൈഡിലായിരുന്നു വന്നത്, അത് നമ്മൾ ആ സൈഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റേഡിയേറ്റർ കൂളിംഗ് സിസ്റ്റം എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും നോർമലല്ല ഈ വണ്ടിയിൽ കിടക്കുന്നത്. അത്യാവശ്യം ഹ്യൂജാക്കി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം എന്താ പറയുക ബിൽഡിംഗ് ക്വാളിറ്റിയിൽ അട്രാക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ഘടകമാണ്.
നമുക്കിതിൻ്റെ ഫെൻഡറിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡിപ്പാണ്, ഒറിജിനൽ CF ആണ്, റാപ്പല്ല. എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു കളർ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഞാൻ പറയുകയാണ്, ഇതിൻ്റെ കളറ് ശരിക്കും യെല്ലോ ആണ് ഗൈസ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഇതിൻ്റെ ശരിക്കുള്ള കളർ യെല്ലോ ആണ്. ബാക്കിയുള്ള ഈ ബ്ലൂ ടോട്ടലി റാപ്പാണ്. അതായത് ഇവിടെ യെല്ലോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലൂ, മറ്റിടത്ത് പിങ്ക്, പിന്നെ കുറച്ച് ഡിപ്പിങ്, ഇങ്ങനെയും ബോണറ്റിൻ്റെ ഭാഗം ഫുൾ റെഡ്, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ലിമിറ്റഡ് കളറാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്താ പറയുക, ഇത് ആദ്യം റാപ്പായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഗ്ലേസിങ് കണ്ടാൽ മനസ്സിലാവും ഇത് ഇപ്പോൾ പെയിൻ്റ് ആണ്. അതായത് ഓരോരോ പാർട്സിൽ ഓരോരോ തരം പെയിൻറ്റിങ് ആണ് ചെയ്തിട്ടുള്ളത്. അതൊരു അത്യാവശ്യം ഒരു വെറൈറ്റി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫെൻഡർ കാർബൺ ഡിപ്ഡാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റിക്കറിങ്ങാണ്. അലോയ് ഒന്നുമല്ല, ഇതിൻ്റെ ഓരോ എന്താ പറയുക വെറൈറ്റി സ്റ്റിക്കറിങ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്പെക്കിലോട്ടേക്ക് കടക്കുമ്പോൾ നമ്മളെ ഈ ഡോറിൻ്റെ ഈ ഒരു പാനൽ ടോട്ടലി യെല്ലോ കളറിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇല്ലുസ്ട്രേഷൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറിങ്ങും പിന്നെ 13 ഫ്രാൻസിൻ്റെ ഒരു സ്റ്റിക്കറും അവിടെ ചെയ്തിട്ടുണ്ട്. ഹൂണിഗൻ്റെ എന്താ പറയുക, ഹൂണിഗൻ്റെ സ്റ്റിക്കറിങ്ങും അവിടെ അടിയിലായിട്ട് സ്പ്ലിറ്ററിൽ ചെയ്തിട്ടുണ്ട് സൈഡ് സ്കേർട്ടിൻ്റെ. എന്താ പറയുക, മിററും യെല്ലോയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ബ്ലൂ ആണ്. പിന്നെ തക്കാത്ത എന്ന് പറഞ്ഞിട്ടുള്ളതും ജി ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളൊരു സ്റ്റിക്കറിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വേറൊരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഉദ്ദേശിച്ചെന്നുള്ള എനിക്കറിയില്ല, ബട്ട് എന്തായാലും എല്ലാം കൊണ്ടും വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസ് വന്നിട്ടുള്ളത് 19 ഇഞ്ചിൻ്റെ റേസിംഗ് സ്പെക്ക് അലോയ് വീൽസാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ട്രാക്ക് ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ലോ പ്രൊഫൈൽ ട്രാക്ക് ടയേഴ്സാണ്. പിന്നെ ബോഡി വൈഡ് ആക്കിയിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാനാവില്ല. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം വൈഡ് ആക്കിയിട്ടുണ്ട്, റോളർ വെച്ചിട്ട് വൈഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം. അതൊക്കെ കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയായിരുന്നു. നമുക്കിനി ഇതിൻ്റെ പെട്രോളിൻ്റെ ലിഡ് ഇവിടെ ഉണ്ട് വരുന്നതും. അതാണ് പ്രത്യേകിച്ച് അവിടെ ഒരു ക്യാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടേക്ക് വരുമ്പോൾ മാഷാ അല്ലാ ഒരു വെറൈറ്റി ഒരു ഭീകര ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹുഡിൻ്റെ ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി കാർബൺ ഡിപ്പ് ഒറിജിനലാണ് വന്നിട്ടുള്ളത്. പിന്നെ പെട്രോൾ ഹെഡ്സ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ടോട്ടലി പിങ്ക് കളറിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡെക്ക് സ്പോയിലർ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊരു പിങ്ക് കളറ്, പിന്നെ ബാക്കി ഓവർലേ കളറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറും പിന്നെ ഒരു അത്യാവശ്യം ഒരു യെല്ലോ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. എന്താ പറയുക, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പറയുമ്പം നോ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ PHൻ്റെയും പിന്നെ അതുപോലെ മോട്ടോളിൻ്റെ ഒരു സ്റ്റിക്കറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാൻസി പ്ലേറ്റിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്, ജാപ്പനീസിനെ ഇൻസ്പയർ ചെയ്തിട്ട്. JDMൻ്റെ ഒരു സ്റ്റിക്കറിങ് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റിനെ പദാർത്ഥമാക്കിയിട്ടുള്ള ഒരു സിഗ്നേച്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സോസ്റ്റ് ബൊർലയുടെ എക്സോസ്റ്റാണ് വരുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജ് എക്സോസ്റ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് വിത്ത് സ്ട്രെയിറ്റ് പൈപ്പ്. അപ്പോൾ അതിൻ്റെ എയർ സിസ്റ്റം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബോണറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തന്നപ്പോൾ. അപ്പോൾ ഈ വണ്ടി ടോട്ടലി ഞാൻ പറയാമല്ലോ, കുറച്ച് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം വണ്ടിക്ക് വെയിറ്റ് കൊടുക്കേണ്ട ഭാഗത്ത് വെയിറ്റ് വേണ്ടാത്ത ഭാഗത്ത് കാർബൺ ഡിപ്പിങ്ങുമാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ട് വെയിറ്റ് ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കാർബൺ ഡിപ്പിങ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവും, കാർബൺ ഡിപ്പിങ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ പദാർത്ഥം എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ട് എന്താ പറയുക വണ്ടിയിൽ നിന്ന് എന്താ പറയുക ആ ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റേസ് കോൺസെപ്റ്റ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റെനൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചില ഭാഗത്ത് കാർബൺ ഡിപ്പിങ്ങും ചില ഭാഗത്ത് ബമ്പർ വരെ ഇതിൻ്റെ ഒഴിവാക്കിയിട്ടുണ്ട്. മെയിൻ റീസൺ അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നമ്മൾ ബമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബമ്പർ ബ്ലാക്കിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക
ഒരു കസ്റ്റം എന്താ പറയുക ഫൈബർ പാഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു കസ്റ്റം ബോഡി കിറ്റ് നമുക്ക് ടോട്ടൽ എടുത്ത് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു കസ്റ്റം എന്താ പറയുക ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപയർപ്പിക്കാം. അങ്ങനെ എന്താ പറയുക ഫുള്ള് കിറ്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് രണ്ടിനും നടുക്കെന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ബിക്കോസ് എന്താ പറയുക ഇതിൻ്റെ ഹാഫ് കട്ടിങ് ചെയ്തതിന് ശേഷം, കാരണം അത് ഈ എക്സോസ്റ്റ് കയറാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ബമ്പർ നമ്മൾ ടോട്ടലി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലോട്ടേക്ക് നമ്മൾ ഫൈബർ ചെയ്തിട്ട് ഓരോരോ സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഫാബ്രിക്കിൻ്റെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതും ഒറിജിനൽ ഡിപ്പിങ്ങിൻ്റെ സ്ട്രിപ്പോട് കൂടിയിട്ടാണ് നമ്മളിതിൽ ഇൻബിൽഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നമ്മൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലോട്ടേക്ക് വരുമ്പോൾ ആ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ്. പിന്നെ ചെറിയൊരു കാഷ്വൽ സ്റ്റിക്കർ വേറെ വെറൈറ്റി ചെയ്തതെന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ വണ്ടി ഒരു കൂപ്പ എഡിഷൻ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 2 ഡോറാണ് വന്നിട്ടുള്ളത്, 3 ഡോറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിക്കി സ്പേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ഇത് ഡിക്കി സ്പേസ് ഇല്ല ഗൈസ്. ഡിക്കി ടോട്ടൽ അടച്ചു വെച്ചേക്കുവാണ് ഈ തൊരപ്പനാജി. ദെൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ പറയുക ഡിക്കിയിൽ വേറെ പദാർത്ഥങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഡിക്കി ടോട്ടലി എന്താ പറയുക അടച്ചിട്ടേക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ വേറെന്തോ സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അത് ടോട്ടലി അടച്ചിട്ടതായിരിക്കാം. ദെൻ ഗൈസ് ഇതിൻ്റെ മെയിൻ പദാർത്ഥങ്ങൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ECUവിലാണ് കിടക്കുന്നത്. അതായത് ഇതിൻ്റെ ട്യൂൺഡ് ECU എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഒരു പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയല്ല. ദെൻ നമ്മൾ ഇതെടുത്ത് ഷോറൂമിൽ കൊണ്ടുപോയി വെക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഈ വണ്ടി തൊട്ടേക്കുകയാണെങ്കിൽ പറക്കും. അതുകൊണ്ട് ECU ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ വേർഷനിലോട്ടേക്ക് കടക്കാം. ഓക്കെ, ഗൈസ്, നമ്മളിപ്പോൾ എന്താ പറയുക S30യുടെ എന്താ പറയുക ഇൻറ്റീരിയറിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഓരോ പാർട്സും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് മോമോൻ്റെ സ്റ്റിയറിംഗ് ആണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ പക്ക സ്റ്റോക്കാണ്. പിന്നെ ഇതിൽ ഈ വണ്ടി ഇറക്കിയപ്പോൾ മുതൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ആ ഒരു ടൈമിങ്ങിൻ്റെ ആ ഒരു സംഭവം, പിന്നെ മ്യൂസിക് സിസ്റ്റമൊക്കെ പക്ക ആ ഒരു ടൈമിങ്ങിൽ ഇറങ്ങിയ ഏതാണോ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറും പുറത്തത്തെ സംഭവം വെച്ച് നോക്കുമ്പോൾ രണ്ട് വെറൈറ്റിയിലാണ് നിൽക്കുന്നത്. ബിക്കോസ് എന്താ പറയുക രണ്ടും ഒരു ബന്ധമില്ലാത്ത പോലെയാണ്. ബാക്കിൽ പിന്നെ എന്താ പറയുക ഓവർ ആളുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. വേണമെന്നുണ്ട് 2 കുട്ടികൾക്ക് ഇരിക്കാമെന്നല്ലാതെ എന്താ പറയുക വലിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു ലെഗ് സ്പേസാണ് ഉള്ളത്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കാമെന്നല്ലാതെ ഇതിൽ വേറെ വലിയ ആളുകൾക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാൽ നിപ്രയാസമായിരിക്കും. അതുമല്ല ഹെഡ് സ്പേസും കുറവായിരിക്കും. ഇവിടെ ഇരുന്നാൽ പണി പാളും ഗൈസ്. ദെൻ ഇതിൻ്റെ സീറ്റിങ് കണ്ടല്ലോ, ഡിപ്ഡാണ് സീറ്റും വരുന്നത്. അതായത് ബക്കറ്റ് സീറ്റാണ് ഇതിൽ വരുന്നുള്ളത്. അതായത് സംഭവം കുറച്ച് കോസ്റ്റ്ലിയാണ് ബക്കറ്റ് സീറ്റിന് തന്നെ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും എന്താ പറയുക അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ പിന്നെ ഒന്ന് കസ്റ്റം ചെയ്ത് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ 2 എന്താ പറയുക വിൻഡോസും പവർ വിൻഡോ ആണ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അടിയിലൊരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ AC കാര്യങ്ങളൊക്കെ തൽക്കാലം ഇതിൽ ഓഫാക്കി ഇട്ടേക്കുവാണ്. അതായത് ഇപ്പം നിലവിൽ വർക്കിംഗ് അല്ല. അതായത് ചെറിയൊരു സുനാപ്പിൾ കയറ്റി വെക്കാനുള്ള പരിപാടിയുള്ളൂ. നമ്മളത് ഓഫാക്കി ഇട്ടേക്കുവാണ് വണ്ടിക്ക് ലേഗ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അതായത് ഈ AC എയർ കണ്ടീഷൻ്റെ സംഭവം സെറ്റ് ചെയ്യുമ്പോഴാണ് വണ്ടിക്ക് വലിവ് മുട്ട്, അതായത് വണ്ടിയുടെ പവർ കുറയും, ത്രോട്ടിൽ പവർ കുറയും. പിന്നെ അതുപോലെ എൻജിന് പവർ പുഷ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ മാക്സിമം എന്താ പറയുക നമ്മളെ എയർ കണ്ടീഷനിലോട്ടും
അതുപോലെ ബാക്കി എൻജിൻ ഔട്ട്പുട്ടുമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് AC നിങ്ങൾ പഴയ വണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാകും, AC ഓഫ് ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതായത് വണ്ടിക്ക് കുറച്ചും കൂടി പവർ ഇൻക്രീസ് ചെയ്യും. അതായത് അതിൻ്റെ പവറും കൂടി നമ്മുടെ എൻജിനിലോട്ടേക്ക് കൺവേർട്ടായി വന്നിട്ട് ആ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് എൻജിൻ്റെ ഫുൾ സിസ്റ്റം നമ്മളെടുത്ത് ഊരി വെച്ചേക്കുകയാണ്. ജസ്റ്റ് ആ ഒരു മെഷ് മാത്രം ഉണ്ടെന്നല്ലാതെ വർക്കിംഗ് അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ കാര്യമായിട്ട് ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് തന്നെ ഈ വണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ തന്നെ ആയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം പണി എടുത്തിട്ടുണ്ട്. ദെൻ എന്താ പറയുക, ഒറ്റ മിനിറ്റ്, നമുക്ക് അത്രയ്ക്കാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണെന്ന് വെച്ചാൽ വർക്കിംഗ് തന്നെ ഉണ്ടോ, ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പക്ഷേ ഇത് നിർത്തി വെച്ചിരിക്കുന്ന കോലം കണ്ടാൽ ചെറിയൊരെങ്കിലും അത്യാവശ്യം എന്താ പറയുക ഒരു ലുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് അത് കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ ഇതിൻ്റെ വല്ല ഷോർട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നല്ലാതെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ദെൻ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയെന്ന് അല്ലാക്കറിയാം. നമ്മളിവിടെ ഉണ്ട്, വണ്ടിയും കൂട്ടി പോയി കാണുന്നുണ്ടെങ്കിൽ എത്ര വെച്ചെടുത്താലും തീരില്ല. ദെൻ ഗൈസ് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ വണ്ടിയോട് കുറിച്ച് പറയാനുണ്ടെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത്. ദെൻ ഗൈസ് വേറൊരു നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് ഓൾ ഇന്ത്യ ട്രിപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ ഗെയിമിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിന് പോയ പോലെ അല്ല, നമ്മൾ ഈ എല്ലാ ഭാഗം മുക്കും മൂലയൊക്കെ നമ്മൾ കറങ്ങുന്നുണ്ട്. നമ്മുടെ കൂടെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 ആൾ എക്സ്ട്രാ ഉണ്ടാവും. ദെൻ എന്താ പറയുക, ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ദെൻ ഗൈസ് അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ചെയ്യൽ മസ്റ്റാട്ടങ്ങൾ ഷെയർ ചെയ്യും, അതുമല്ല ലൈക്കും ചെയ്യും. സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കണില്ല. ദെൻ ഗൈസ് എന്താ പറയുക, മാക്സിമം സപ്പോർട്ട് ചെയ്യും. നമ്മളൊക്കെ കൊച്ചു രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പദാർത്ഥമാണ് നമ്മളൊക്കെ. ദെൻ ഗൈസ് ഞാൻ ഓവർ പറഞ്ഞ് കോമഡി ആക്കണില്ല. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.